കനത്ത മഴയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളക്കെട്ട്. ന്യൂറോ ഐസിയുവിന്റെ മുന്നിലും രോഗികൾക്കൊപ്പം എത്തിയ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലും വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മീനച്ചിൽ, മണിമലയാറുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തവണയും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? കോട്ടയത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? പ്രവിത, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായി പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലും വെള്ളക്കെട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇത്തവണയും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. അങ്ങനെ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളക്കെട്ട് ഉണ്ടാവുകയായിരുന്നു എന്നാണ് അവിടെ ഉള്ളവർ, രോഗികൾക്കൊപ്പം കൂട്ടിരിക്കാൻ വേണ്ടി എത്തിയവർ നമ്മളോട് വിളിച്ച് പറയുകയും അതിന്റെ ദൃശ്യങ്ങൾ അയച്ചു തരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മീനച്ചിലാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് വിവിധ മേഖലകളിൽ കോട്ടയം ജില്ലയിൽ പെയ്യുന്നത്. പ്രവിത, ശരി, എന്തായാലും വയ്യാതെ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ വെള്ളക്കെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകാത്തത് അധികാരികൾക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.